ഹായ്, നമസ്കാരം. സായിബ്രോ ആണ്. ഇന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം മുന്നേ തുടരും എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അമാനുഷിക വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വരികയാണോ എന്നുള്ളൊരു ഒരു 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 ഇൻറ്റ്യൂഷനാണ്. ഇൻറ്റ്യൂഷനല്ല, ഒരു സംഗതി അതിൽ ഒളിപ്പിച്ചു വെച്ച പോലെ നമുക്ക് ഇങ്ങനെ തോന്നുന്നു. ചിലപ്പോൾ മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടറുടെ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിലാണ് അദ്ദേഹം, ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ഈ ഒരു തുടരുമെന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സിനിമ റിലീസാവുകയാണ്. നമ്മൾ എമ്പുരാനെ കുറിച്ച് ഇതേപോലെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമ്പുരാൻ ഏത് രീതിയിലായിരിക്കും വരിക എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന്. കാരണം വേറൊന്നുമല്ല, ക്ഷമിക്കണം, ഈ ഒരു എന്താ പറയുക, ലൂസിഫറിൻ്റെ ആ ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് എമ്പുരാൻ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ലൂസിഫർ എന്ന സിനിമ ഏറ്റവും മഹത്തായ ഒരു സൃഷ്ടിയൊന്നും അല്ലെങ്കിൽ കൂടി നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച, മലയാളികളെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു സിനിമയായിരുന്നു. അതിൻ്റെ ദൃശ്യഭംഗിയായാലും സ്ക്രിപ്റ്റായാലും സംഭാഷണങ്ങളായാലും ഒക്കെ തന്നെ വളരെ നീതി പുലർത്തിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. ആ ഒരു ലൂസിഫർ വെച്ചാണ് നമ്മൾ എമ്പുരാനെ കുറിച്ച് അത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സംസാരിച്ചത്. ആ ഒരു സംസാരം വേസ്റ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നുമല്ല, എമ്പുരാൻ ഇറങ്ങിയപ്പോൾ അത് കണ്ടതിന് ശേഷം ചെറിയൊരു റിവ്യൂ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അത് ആ സിനിമ നമുക്ക് ആ ഒരു ലൂസിഫറിൻ്റെ അത്ര നീതി പുലർത്തിയില്ല എന്നതാണ് പറയാനുള്ളത്. അമാനുഷികമായുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും മോഹൻലാൽ ഡ്രാമാറ്റിക് ആയിട്ട് വരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഫാൻസുകാരെത്ര അടിപിടി കൂടിയാലും എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഈ ഫാൻസ് വന്നതിന് ശേഷമാണ് ഈ മോഹൻലാൽ സിനിമകൾ ഇത്രത്തോളം അധപ്പതിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധപ്പതിക്കാൻ കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കുന്നുള്ള ക്യാരക്ടേഴ്സാണ് പിന്നീട് ലാലേട്ടൻ്റെ സിനിമകളിൽ അധികം നമ്മൾ കണ്ടിട്ടുള്ളത്. മീശ പിരിച്ചും എന്താ പറയുക, വലിയ 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 ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടും കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ ഫ്ലോപ്പായി പോവുകയാണ്. എത്ര സിനിമകളാണ് നമ്മൾ മോഹൻലാൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തിടെ ഇറങ്ങിയ പല സിനിമകളും ഇത്ര ഹൈപ്പ് കൊടുത്ത് ലാസ്റ്റ് ഒന്നും അല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ ലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇതിൻ്റെ ഒരു ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്ന സിനിമകളൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒന്നുമല്ല, ബാക്കിലേക്ക് താഴാൻ പറ്റാത്തൊരു ലാലേട്ടനായി മാറിയിരിക്കുന്നു മോഹൻലാൽ. കാരണം ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളായിരിക്കണം, അതില്ലെങ്കിൽ ഫാൻസ് വരില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ കൊണ്ട് റൈറ്റേഴ്സ് എഴുതുന്ന സിനിമകൾ മുഴുവൻ അമാനുഷികമായിട്ടുള്ള കുറേ സംഗതികൾ കുത്തിനിറച്ച് ലാലേട്ടൻ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവിക ആക്ടിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തൊക്കെയോ കുറച്ച് ഡ്രാമാറ്റിക് ഫീല് വരുത്തുന്ന കുറേ സാധനങ്ങൾ വരുത്തി അതുള്ള സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകളാണ് കുറേ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ രണ്ട് ഫാൻസിനും, ഇപ്പോൾ മമ്മൂക്കയായാലും, മമ്മൂക്ക കുറേയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്ഡേഷൻ അല്ലെങ്കിൽ സ്വയം അപ്ഡേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സിനിമകൾ ഇന്നത്തെ ഈ ഒരു ആനുകാലിക ന്യൂജൻ സിനിമകൾ കൂടുതൽ ആ ഒരു രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ലാലേട്ടന്റെ സിനിമകൾ അത്തരത്തിലുള്ള സിനിമകളല്ല. പഴയ ആ ഒരു ലുക്കിലും ഭാവത്തിലും മട്ടിലും ഒക്കെ അതുപോലുള്ള കഥകൾ എഴുതി കൊണ്ടുവന്ന് വെറും ഫ്ലോപ്പാക്കുന്ന കുറേയധികം സിനിമകൾ നമുക്ക് ലാലേട്ടൻ തന്നു അടുത്തിടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അപ്ഡേഷന് അല്ലെങ്കിൽ ന്യൂജൻ സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്ന് പറയുന്നത് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ ചെറിയ സിനിമകൾ മാത്രം ഇറങ്ങി, അത് കുറച്ചെങ്കിലും ന്യൂജൻ സിനിമകളായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും മലയാള സിനിമയ്ക്ക് നല്ലതല്ല എന്നാണ്. ലാലേട്ടനും നല്ലതല്ല, മലയാള സിനിമയ്ക്കും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ചെറിയ ചെറിയ മനസ്സിൽ തോന്നുന്ന ചിന്തകളും അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വരുന്ന തുടരുമെന്ന സിനിമ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായി തീരും എന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം എന്നല്ല, തരുൺമൂർത്തി എന്ന ഇന്നത്തെ ന്യൂജൻ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ 2 സിനിമകളും ഞാൻ കണ്ടതാണ്. ആ 2 സിനിമകളും
നല്ല രീതിയിൽ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആ കഥയായാലും അതിൻ്റെ സംഭാഷണങ്ങളായാലും അതിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളായാലും അദ്ദേഹം ചെയ്തു വെച്ച ആ ഒരു സംഗതി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ന്യൂജൻ സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു സ്ഥാനമുള്ള വ്യക്തിയാണ് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇപ്പോൾ അടുത്ത് റിലീസാവാൻ പോകുന്നു, ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമ. അപ്പോൾ ഇത് ലാലേട്ടൻ നല്ല രീതിയിൽ മലയാള സിനിമയിൽ തുടരുമോ എന്നത് ഈ ഒരു സിനിമ തീരുമാനിക്കുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഹൈപ്പ് കൊടുത്തു വന്ന എമ്പുരാന് ഈ രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് കളക്ഷൻ 300 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഇതെന്നും അത്രത്തോളം കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിച്ചു എന്ന് തോന്നുന്നതും. ഇതൊക്കെ ഒരു തള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇനി വരുന്ന ഈ ഒരു സിനിമ അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളെ വിട്ട് സ്വതസിദ്ധമായ ലാലേട്ടൻ ശൈലിയിൽ അദ്ദേഹം അഭിനയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു ഹൈപ്പും ഇല്ലാതെ അത്തരം സിനിമകൾ കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യമായാലും അതുപോലുള്ള സിനിമകൾ, കിരീടം, ഇതൊക്കെ ഹൈപ്പ് കൊടുത്തിട്ടൊന്നല്ല ഈ ഒരു സിനിമകളൊക്കെ മലയാളികൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു കയറിയത്. അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വേൾഡിലെ തന്നെ ആക്ടേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്ടിംഗ് പ്രകടനം നിലനിർത്തിക്കൊണ്ട് ആ ഒരു സിനിമയെ പൂർണ്ണമായും നമ്മളിലേക്ക് എന്താണോ സിനിമ നമുക്ക് നൽകുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലാലേട്ടന്റെ ആക്ടിങ്, ശരിക്കും ആ ഒരു ആക്ടിങ് ആണ് ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു നാച്ചർ എന്ന് പറയുന്നത്. ഇപ്പോ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം അതിൽ നിന്ന് വിപരീതമായിട്ട് എന്തൊക്കെയോ മുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്ന അത്തരത്തിലുള്ള കുറെ വൾഗാരിറ്റി ഫീൽ ചെയ്യുന്ന കുറെ കഥാപാത്രങ്ങൾ നമ്മളെ ഇങ്ങനെ അടിക്കടി കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോൾ നമുക്കൊരു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോഹൻലാൽ സിനിമ കാണുന്നതിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലായിരുന്നു അത്തരത്തിലുള്ള കുറേ സിനിമകൾ ഇങ്ങനെ വന്ന് നമ്മുടെയൊക്കെ മൈൻഡിന്. നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും അഭിപ്രായം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന് ലാൽ ഫാൻസിനെ വിട്ട് അവരെല്ലാം ഇപ്പൊ മമ്മൂട്ടി ഫാൻസ് ആയാലും അവര് സപ്പോർട്ട് ചെയ്യുന്നു. അത് എന്ത് സിനിമയായാലും അത് നല്ല സിനിമയാണ്, അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തെറി വിളിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് ആ സിനിമ നമുക്ക് നൽകുന്നത്, നമ്മൾ എന്താണ് ആ സിനിമയോടുള്ള പ്രതിപത്തി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ദൃശ്യവും കിരീടവും ചിത്രവും പോലുള്ള നല്ല നല്ല സിനിമകൾ നമുക്ക് തന്ന മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭ ഇത്തരത്തിൽ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫാൻസിന്റെ വിളയാട്ടം കൊണ്ട് തന്നെയാണ്. ഫാൻസിനെ ഒരിക്കലും കുറ്റം പറയുകയല്ല, നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അമാനുഷികമായ ക്യാരക്ടേഴ്സിനെ എന്താ പറയാ തിരക്കഥാകൃത്തുക്കളും കഥാകാരന്മാർക്ക് ഓരോക്കെ തന്നിട്ടില്ലെങ്കിൽ ലാലേട്ടൻ അടിമപ്പെട്ടു പോകും, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന വ്യക്തി മമ്മൂട്ടിക്ക് താഴെയാവും എന്നൊക്കെ രീതിയിലുള്ള ചിന്താഗതികളാണ്. ഈ രണ്ട് ഫാൻസിനിടയ്ക്കും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് തന്നെയാണ് രണ്ട് നടന്മാർക്കും അത്തരത്തിലുള്ള പ്രോബ്ലംസ് മലയാള സിനിമയിൽ വന്നിട്ടുള്ളത് എന്നതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ആ ഒരു അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് ലാലേട്ടനായിട്ടും മമ്മൂക്കയായിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അവരിൽ നിന്നും വസന്തം വരിക തന്നെ ചെയ്യും. അതല്ല, ഇനിയും അവരിവിടെ തുടരണോ എന്ന്, ഈ ഒരു തുടരുമെന്ന സിനിമ, അവരെന്ന് പറയുന്നത് ലാലേട്ടൻ തുടരണോ എന്ന് ഈ ഒരു തുടരുമെന്ന സിനിമ തന്നെയായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇത്തരത്തിൽ ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് കുറേ സിനിമകൾ അഭിനയിക്കുന്നതായിരിക്കും നല്ലത്. ഒരു നിശ്ചിതമായിട്ടുള്ള എന്താ പറയാ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആക്ടിങ് കൊണ്ട് അദ്ദേഹം എന്താണോ കഥാപാത്രത്തിന് ചെയ്യുന്നത്, താഴെ നിൽക്കുന്ന ഒരു എന്താ പറയാ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹം അതായി തീരുക, അല്ലാതെ എന്താ പറയാ ഇങ്ങനെ അമാനുഷികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വിട്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അത് കുറച്ചുകൂടി നമ്മളിലേക്ക് എത്തും എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്, പല സിനിമകളിലും അത് കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയായി തീരട്ടെ തുടരും എന്നത് നമുക്ക് എന്താ പറയാ ആശിക്കാനല്ലേ പറ്റൂ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഒരു കോക്കസ് ഉണ്ട്, ആ കോക്കസ് പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം വീണു പോകുന്നു എന്നൊക്കെയാണ് പൊതുവെയുള്ള സംസാരം. ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സത്യം തന്നെയാണ് അത് എന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഒരു എന്താ പറയാ സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും തുടരും എന്ന സിനിമ ഈ മാസം ലാസ്റ്റ്, നമ്മുടെ ഏപ്രിൽ മാസം റിലീസാവുകയാണ്. ഇനി 2-4 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ.
തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം എന്തായാലും തുടരുമെന്ന സിനിമ നല്ല സിനിമയാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വേറൊന്നുമല്ല, തരുൺ മൂർത്തി എന്ന സിനിമാ സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ശരിക്കും അമാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടുകളല്ല, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി അത് നല്ല രീതിയിൽ എടുത്തു വെക്കുന്ന ഒരു സംവിധായകനാണ് തരുൺ മൂർത്തി എന്ന് അദ്ദേഹത്തിന്റെ 2 സിനിമകൾ കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ തുടരുമെന്ന സിനിമ നല്ല സിനിമയായി തീരട്ടെ. മലയാള സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താ പറയുക നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം. ഇതിപ്പോൾ ചിലപ്പോൾ ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും ഒക്കെ തെറി വിളിക്കാവുന്നതാണ്. പക്ഷെ വേറെ ഒന്നുമല്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഈ ഫാൻസിനപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് മലയാളത്തിലുള്ള നമ്മളെല്ലാവരും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ നല്ല നല്ല കഥാപാത്രങ്ങൾ കണ്ടു വളർന്ന ആളുകളാണ്. മിഥുനം അതുപോലുള്ള സിനിമകളിലൊക്കെ നാച്ചുറലായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് മോഹൻലാൽ എന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അമാനുഷികതയൊക്കെ കൈവിട്ടുകൊണ്ട് നല്ലൊരു ആക്ടിംഗ് പ്രകടനവുമായിട്ട് അദ്ദേഹം മുന്നേറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം തുടരും എന്ന സിനിമയ്ക്കായി. നമ്മളെല്ലാവരും കരുതുന്നത് പോലെ തന്നെ ലാലേട്ടൻ നല്ല രീതിയിൽ ഇവിടെ തുടരട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന. മമ്മൂക്കയായാലും ലാലേട്ടനായാലും നല്ല രീതിയിൽ നമ്മളെ ആസ്വദിപ്പിച്ചുകൊണ്ട് അവരെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ തുടരുമെന്ന സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.